നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് KRV അഥവാ കന്നഡ രക്ഷണ വേദിക. കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ തങ്ങളുടെ നിലപാടുകൾക്കൊപ്പം നടത്താൻ പ്രേരിപ്പിക്കുന്ന KRV തീവ്ര കന്നഡവാദം ഉയർത്തി രംഗത്തു വരുന്ന ആദ്യ സംഘടനയല്ല. എന്നാൽ 1990-ൽ രൂപീകൃതമായ സംഘടനയുടെ വളർച്ച അതിവേഗമായിരുന്നു. സർക്കാർ ജോലിയിൽ കന്നഡികർക്ക് കൂടുതൽ പ്രാതിനിധ്യം, കന്നഡ ഭാഷാ സംരക്ഷണം, കാവേരി നദീജല പ്രശ്നത്തിൽ കർണാടകയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ കാര്യക്ഷമമാക്കുക, മഹാരാഷ്ട്രയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ കർണാടകയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമായാണ് കർണാടക രക്ഷണ വേദിക സ്ഥാപിതമായത്. കന്നഡയാണ് ജാതി, കന്നഡയാണ് മതം, കന്നഡയാണ് ദൈവം എന്നതാണ് സംഘടനയുടെ മുദ്രാവാക്യം. 62 ലക്ഷം പേർ സംഘടനയിലുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. സമാധാനപൂർണമായ സമരങ്ങളാണ് തങ്ങളുടെ മാർഗമെന്ന് പറയുമ്പോഴും സംഘടനയുടെ പല പ്രതിഷേധങ്ങളും ആക്രമണത്തിലാണ് കലാശിക്കാറുള്ളത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം തലക്കനവും സ്വാധീനവുമുള്ള കന്നഡ മണ്ണിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഈ സംഘടന വിചാരിച്ചാൽ കർണാടകയിൽ എന്തും നടക്കുമെന്നത് തീർച്ച. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗളൂരുവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കന്നഡ ഭാഷാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കന്നഡ രക്ഷണ വേദിക വീണ്ടും തെരുവിലിറങ്ങിയത്. സർക്കാരിന് പോലും എതിർത്ത് നിൽക്കാൻ കുറച്ച് പാടാണ് ഇവരോടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ ആവശ്യം അംഗീകരിച്ച് ഒരൽപ്പം വിയർത്തിട്ടാണേലും മധുവിധുമാറാത്ത സർക്കാർ ഇപ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പോകുന്നതും. വിറപ്പിച്ച ചരിത്രം മാത്രമുള്ള ഈ തീവ്ര സ്വഭാവ സംഘടന രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ഭരണം അത്ര സുഖകരമാകില്ലെന്ന ഭയം കോൺഗ്രസിന് തെല്ലൊന്നുമല്ല ഉള്ളത്. ഇവരെ പിടക്കിയാൽ ഒരുപക്ഷെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ തീർച്ച. അതിനാലാണ് അനുനയ നീക്കങ്ങളുമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നതും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സംഘടനയുടെ പ്രതിഷേധത്തോട് കരുതലോടെയാണ് BJPയും പ്രതികരിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയുമായുള്ള അതിർത്തി പോരിലും തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കത്തിലും കന്നഡ രക്ഷണ വേദികയുടെ ചൂട് ഭരണകൂടം നല്ലപോലെ അറിഞ്ഞതാണ്. അതിനാൽ വളരെ സൂക്ഷ്മതയോടെ വേണം ഇവരെ കൈകാര്യം ചെയ്യാൻ എന്ന തീരുമാനം തന്നെയാണ് BJPയും എടുത്തിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് കർണാടകയിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇവരെ ഇത്ര ഭയക്കുന്നത് എന്നത് ഉയർന്നുവരുന്ന ഒരു പ്രധാന ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അവരുടെ ചരിത്രത്തിലേക്ക് ഒന്ന് കടക്കേണ്ടിയിരിക്കുന്നു. 2005 വരെ മധ്യ കർണാടകയിൽ മാത്രം ഒതുങ്ങി നിന്നൊരു സംഘടനയായിരുന്നു ഇത്. എന്നാൽ അന്നേ വർഷം കന്നഡ രക്ഷണ വേദിക രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യുന്ന സംഘടനയായി മാറി. ബെലഗാവി ജില്ലയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ ബെലഗാവി നഗരസഭാ മേയർ വിജയ് മോറയുടെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംഘടനയെ മുഖ്യധാര ചർച്ചകളിൽ എത്തിച്ചു. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടുമായി നിരന്തരം കൊമ്പുകോർക്കുന്ന കർണാടക സർക്കാരിനെ വേദികയുടെ ഇടപെടലുകൾ ഒരു കണക്കിന് ആശ്വാസമാണ്. 2007-ൽ കാവേരി ട്രൈബ്യൂണൽ റിപ്പോർട്ടിന് എതിരെ സംഘടന ബന്ദ് നടത്തി. 2007 ഫെബ്രുവരി 7-ന് നടത്തിയ ബന്ദിന് കർണാടക പൂർണ്ണമായും സ്തംഭിച്ചു. 2007 മെയ് 4-ന് വേദികയുടെ നേതൃത്വത്തിൽ കന്നഡ സംഘടനയുടെ കൂറ്റൻ സമരം ഡൽഹിയിൽ നടന്നു. അങ്ങനെ ചരിത്രം എടുത്തു നോക്കിയാൽ വിറച്ചുപോകും ഭരിക്കുന്നവരായാലും എതിർഭാഗത്ത് നിൽക്കുന്നവരായാലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിനെതിരെ തിരിഞ്ഞാൽ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ എന്ന പേടിയും അത് ഭരണത്തെ പോലും ചോദ്യചിഹ്നത്തിൽ നിർത്തുമോ എന്ന പേടിയും കോൺഗ്രസിനുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തീവ്ര കന്നഡ വികാരം ആളിക്കത്തിച്ച് കർണാടക രക്ഷണ വേദിക മുന്നോട്ട് വരുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രം ഭരിക്കുന്ന BJPയും ജാഗ്രതയോടെയാണ് വിഷയത്തിൽ ഇടപെടുന്നത്.